അപ്പോൾ നമുക്ക് അതിനെ ബ്രീഡ് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഏഞ്ചൽ ബ്രീഡിംഗ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. അത് വേറെ ഒന്നല്ല കേട്ടോ, നമ്മൾ ഫൈറ്ററാണ് ചെയ്യണമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നിലവിൽ നമുക്ക് പേഴ്സ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ കുറച്ച് സമയം എടുക്കും പേഴ്സ്, നല്ല പേഴ്സ് എടുക്കണമല്ലോ കളക്ട് ചെയ്തെടുക്കാൻ. അപ്പം നമുക്ക് ഒരു ഏഞ്ചലിൻ്റെ പെയർ പെട്ടെന്ന് കിട്ടി. അപ്പോൾ എന്തായാലും അത് വെച്ചിട്ട് ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി. നമ്മുടെ തന്നെ കോമൺ ടാങ്കിൽ കടന്ന് പെയർ ആയതാണ് ഒരു പ്ലാറ്റിനം വൈറ്റ് വെയിൽറ്റെയിൽ. അപ്പോൾ നമുക്ക് അതിനെ ബ്രീഡ് ചെയ്യിപ്പിക്കാം. ഏഞ്ചൽ ഞാൻ മുന്നേ ഒരുപാട് ചെയ്തതാണ് കേട്ടോ, ഒരുപാട് പേരൊക്കെ വെച്ച് ബ്രീഡ് ചെയ്യിപ്പിച്ച് സെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കാലമായി ചെയ്തിട്ട് ടച്ച് വിട്ടു വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളും ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും പറഞ്ഞുതരാം. അപ്പോൾ ഈ സെറ്റപ്പും ഈ കാര്യങ്ങളും ഏഞ്ചലിൻ്റെ ബ്രീഡിംഗ് ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കൂടണേ. പിന്നെ എത്ര വലിയ പ്രൊഫഷണൽ ബ്രീഡറൊന്നുമല്ല ഞാൻ ഏഞ്ചലിൻ്റെ, എന്നാലും ഞാനൊരു 10-12 പേരൊക്കെ വെച്ചിട്ട് ബ്രീഡ് ചെയ്ത് ഒരുപാട് സെയിലൊക്കെ ചെയ്തിട്ടുണ്ട് കുറച്ച് മുന്നേ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എൻ്റെ അറിവും വെച്ചിട്ട് കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് അറിയാവുന്നവർ താഴത്ത് കമൻറ്റും ചെയ്യട്ടോ. അപ്പോൾ ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയേ. ഇത് നമ്മുടെ ഓപ്പൺ ടെറസിലുള്ള പോളാർ വൈറ്റിനെ ബ്രീഡ് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്ന ടാങ്ക് ആട്ടോ. അപ്പോൾ ഒറ്റ ടാങ്കുള്ളൂ. അപ്പോൾ ഇതിലാണ് ഇവന്മാരെ നമ്മൾ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ വിചാരിച്ചത്. മൊത്തത്തിൽ ആൽഗ കയറി പണിയായിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ വൈറ്റ് ആൽഗ കയറിയിട്ട് അക്യൂറി നശിച്ച് കിടക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ട് ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. ഇതൊരു നല്ലൊരു ട്രിപ്പാണ്. അതായത് നമ്മുടെ ബ്ലേഡ് എടുത്തിട്ട് അതിലെ വെള്ളം നനച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചുരണ്ടി കൊടുത്താൽ മതി. ഗ്ലാസ്സിൽ വരെയൊന്നും വീഴില്ല കേട്ടോ, യാതൊരു പേടിയും വേണ്ട. എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തെന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം പതിയെ വലിച്ചെടുക്കണം. അടിയിൽ താഴത്ത് കുറച്ച് മെറ്റൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, നമ്മൾ അക്യൂറി ഷോപ്പിൽ നിന്ന് തന്നെ മേടിച്ചാണ്. അപ്പോൾ അതിൽ മൊത്തം കഴിഞ്ഞ ഫിഷിൻ്റെയും ചളിയൊക്കെ ആയിട്ട് വേസ്റ്റ് ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ മെറ്റൽ അവിടെ വെച്ചിട്ട് വെള്ളം മാത്രം റീഫിൽ ചെയ്യാന്ന് വിചാരിച്ചു. ആ പരിപാടി എന്തായാലും നടക്കൂല കേട്ടോ. മൊത്തത്തിൽ ഇളക്കി മറിച്ച് നമുക്ക് ഈ കല്ലൊക്കെ നന്നായി കഴുകിയിട്ട് വേണം പിന്നെ റീഫിൽ ചെയ്തെടുക്കാൻ. അപ്പോൾ ആ പരിപാടിയിലാട്ടോ, ഒന്നും നോക്കിയില്ല, മൊത്തം കലക്കി കളഞ്ഞു വെള്ളം. ഏഞ്ചൽ ഫിഷിനെ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ അക്വേറിയം തന്നെ ആവശ്യമുണ്ടോ ചോദിക്കുന്നവരെടുത്താട്ടോ, ഒരിക്കലും അതിന്റെ ആവശ്യമൊന്നുമില്ല. ബേസിനോ ഫ്രിഡ്ജേഴ്സോ എന്ത് തന്നെ ആയാൽ മതി, അത്യാവശ്യം കുറച്ച് സ്പേസ് ഉണ്ടായാൽ മതി കേട്ടോ. ഇതിലാണ് നമ്മൾ മുന്നേ ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് എഗ്ഗ് മാറ്റി വെച്ചിട്ടാണ് നമ്മൾ വിരിയിപ്പിക്കാറ്. അപ്പോൾ ഈ തവണ എഗ്ഗ് മാറ്റി വെക്കണമെന്നാണ് വിചാരിക്കുന്നത്. കാരണം 2 തവണ എഗ്ഗ് ചെയ്ത് കഴിഞ്ഞതാണ്. അത്യാവശ്യം 2ാം തവണ കൗണ്ട് ഉണ്ടായിരുന്നു. ശരിക്കും ഏഞ്ചലിനൊരു ബ്രീഡിംഗ് പെയർ സെറ്റ് ആവുന്നത് ഒരു 3 എഗ്ഗിങ്ങിന് ശേഷം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം, എഗ്ഗിന്റെ കൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും മാറ്റി വെച്ച് വിരിയിപ്പിക്കട്ടോ. ആ കുട്ടികളെ മുഴുവൻ നമുക്ക് ആദ്യമേ ഫീഡ് ചെയ്തിട്ട് തന്നെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഷോർട്ട് ആംഗിൾ ഏഞ്ചൽ പെയർ. അപ്പോൾ ഇവന്മാരാണ് ബ്രീഡ് ചെയ്യിപ്പിക്കാൻ നോക്കുന്നത്. നമ്മൾ അത്യാവശ്യം അഡൾട്ട് ആയതാണ് കേട്ടോ, ഏകദേശം ഒരു 6 മാസമൊക്കെ കഴിഞ്ഞ് 6-7 മാസമായി ഏകദേശം. അപ്പോൾ ഇവന്മാരിൽ നിന്ന് പിടിച്ചെടുക്കണം കേട്ടോ. നമ്മൾ ഏകദേശം അന്ന് കൊണ്ടുവന്ന സമയത്ത് ഏകദേശം 10 പീസ് ഉണ്ടായതാണ്. പിന്നെ ഒരു 5 പീസ് വിറ്റ്, പിന്നെ ഒരു 2 പീസ് ഡെഡായി. ഇപ്പോൾ ആകെയുള്ളത് 3 പീസാണ്. ആ 3 പീസിന് കേട്ടോ നമുക്ക് ഈ ഒരു പെയർ കിട്ടിയത്. 3 പീസിൽ 1 പീസ് താഴത്താണ് എപ്പോഴും ഉള്ളത്. പിന്നെ ഇവന്മാർ ഈ പെയറായതിന്റെ ലക്ഷണം കേട്ടോ നിങ്ങൾ ഈ കാണിക്കുന്നത്. ബാക്കി ഫിഷുകളെ മൊത്തം ഇവന്മാർ കൊത്തി ഓടിച്ചെടുക്കും. അങ്ങനെ ഇവന്മാരെ മാത്രമായിട്ട് നമുക്ക് പിടിച്ചെടുക്കണം കേട്ടോ, മറ്റേനെ കിട്ടാത്ത രീതിയിൽ. അത് കഴിഞ്ഞ് പുറത്തേക്ക് നമ്മൾ റോഡിന്റെ കഷ്ണം തപ്പിപ്പോയതാണ്. അപ്പോൾ നമ്മുടെ റെഡ് ഡേവിൾ പുറത്ത് എഗ് ചെയ്തിട്ട് നിൽപ്പുണ്ട്. ഏഞ്ചൽ ഫിഷിൽ തന്നെ റെഡ് ഡേവിൾ എന്ന് പറയുന്ന ബ്രീഡാണ് ഇത്. ഒടുക്കത്തെ അഗ്രഷൻ ആട്ടോ ഇവന്മാർക്ക് എഗ് ഉള്ളത് കൊണ്ടാണ് ആ ഒരു സീന്. അപ്പോൾ ഞാൻ ഇന്ന് നോക്കുന്ന സമയത്ത് ഏകദേശം ഇവന്മാർ ഫ്രീ സ്വിമ്മിങ് ആയിട്ടുണ്ട് കുട്ടികൾ. ഇതൊരു 2 ദിവസം മുന്നേ ഉള്ള വീഡിയോ ആണ്. അങ്ങനെ ഇതിൽ നിന്ന് ഒരു ഓടിന്റെ പീസ് എടുത്ത് ഇവന്മാർ അഗ്രഷൻ ഒരു രക്ഷയില്ല. അങ്ങനെ ഓടിന്റെ പീസ് എടുത്തിട്ട് ഓടിന്റെ പീസാണ് നമ്മൾ ഇപ്രാവശ്യം എഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവന്മാർക്ക് വെച്ച് കൊടുക്കുന്നത്, നമ്മുടെ പ്ലാറ്റിനം വൈറ്റ് വെൽറ്റെയിൽ ഏഞ്ചൽസിന് കേട്ടോ. പിന്നെ ഇതിൽ കിടക്കുന്ന ഒരു റെഡ് പ്ലാറ്റി കേട്ടോ. വെള്ളം കണ്ടീഷനായി വെള്ളത്തിന് എന്ത് പ്രശ്നം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ആയിട്ട് ഇട്ട് നോക്കിയത്. അപ്പോൾ വെള്ളത്തിന് വലിയ പ്രശ്നമൊന്നുമില്ല. അവൻ ഏകദേശം ഒരു ദിവസം അതിൽ കിടന്നാണ്. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു ചെരിച്ചിട്ടാണ് ഈ ഓട് കഷ്ണം വെച്ച് കൊടുക്കുന്നത്. ഒരു 60 ഡിഗ്രി ആ ഒരു റേഞ്ചിലാട്ടോ എപ്പോഴും വെച്ച് കൊടുക്കുക. കാരണം കുത്തനെ വെച്ച് കൊടുത്തിട്ട് കാര്യമില്ല, അവന്മാർക്ക് എഗ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനെ ചെരിഞ്ഞ പ്രതലത്തിലാണ് നമ്മുടെ ഏഞ്ചൽ ഫിഷ് അധികം എഗ് ചെയ്യാറ്. അപ്പോൾ ഈ ഓടിന്റെ കഷ്ണം തന്നെ ഇവന്മാർക്ക് എഗ് ചെയ്യാൻ വെച്ച് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല കേട്ടോ. നമുക്ക് PVC പൈപ്പോ അതല്ലെങ്കിൽ ടൈൽസിന്റെ കഷ്ണമൊക്കെ ഇതുപോലെ ചെരിച്ച് വെച്ച് കൊടുത്താൽ മതി. അത്യാവശ്യം അടിയിൽ നല്ല വെയിറ്റ് എന്തെങ്കിലും വെച്ച് കൊടുക്കണുണ്ടോ, കാരണം ഈ എഗ് ചെയ്ത് കിടക്കുന്ന സമയത്ത് ഇവന്മാർക്ക് ഭയങ്കര അഗ്രഷൻ ആയിരിക്കും, നന്നായിട്ട് സ്പീഡിൽ മൂവ് ചെയ്യും. അപ്പോൾ അത് സമയത്ത് തട്ടി വീണ് പോകാതെ നോക്കണം, വീണ് കഴിഞ്ഞാൽ എഗ് ഡാമേജ് ആവട്ടോ. അങ്ങനെ നമ്മൾ ആ പ്ലാറ്റീനെ പിടിച്ച് മാറ്റി നേരെ ഒരു വലിയ കവർ എടുത്തു. വലിയ കവർ എടുത്തത് ഫിഷ് നമുക്കൊന്ന് നന്നായി കാണാൻ വേണ്ടിയിട്ടോ, നിങ്ങൾക്കും വേണ്ടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇവന്മാരെ പിടിക്കാൻ പോയിട്ടോ. ഈ നിൽക്കുന്ന രണ്ടവന്മാരാട്ടോ പെയറായിട്ടുള്ളത്. ഇതിലെ ഈ ചെറിയ സൈസാണ് ഫീമെയിൽ, വലുതാണ് മെയിൽ. അപ്പോൾ അതൊക്കെ നമ്മുടെ എക്സ്പീരിയൻസിലാട്ടോ നമ്മൾ മനസ്സിലാക്കുന്ന കുറേ കാലത്ത്. അങ്ങനെ ഇവനെ മോളിൽ നിന്ന് കാണാൻ ഒടുക്കത്തെ ലുക്കാട്ടോ, ശരിയായ മാലാഖ മത്സ്യം തന്നെ. അങ്ങനെ നമ്മൾ മെയിലിനെയാണ് ആദ്യം ഈ പിടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ അവനെ ഒരുപാട് വെറുപ്പിക്കുന്നില്ല, നേരെ നമുക്ക് കവറിലേക്ക് പാക്ക് ചെയ്യാം. പെട്ടെന്ന് തന്നെ കൊണ്ടുപോകണം, കാരണം നമുക്ക് ഡിസ്കസിന് ഡാമേജ് പറ്റിയാൽ ഇവന്മാർക്കും മുകളിലും ഉള്ളതാണ്. അപ്പോൾ ഡാമേജ് പറ്റാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ മുന്നത്തെ അക്യൂറായിട്ട് ഇത് അച്ഛൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്യൂറാണ്. ഒടുക്കത്തെ ലുക്കാണ് മോളിൽ നിന്ന് നോക്കുന്ന സമയത്ത്. ഈ റെഡ് ഷോട്ടയിലും റെഡ് പ്ലാറ്റിയും ഗപ്പിയൊക്കെ കടന്നിട്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഏഞ്ചലിനൊക്കെ പിടിച്ച് മാറ്റേണ്ടതുണ്ട്. നമുക്ക് ഇനി കുറച്ച് വെറൈറ്റി ഫിഷുകളെ മാത്രം അതിൽ കീപ്പ് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് നേരെ നമ്മൾ അക്യൂറത്ത് കൊണ്ടിറക്കിയിട്ട് മോളത്തെ ബ്രീഡിംഗ് ടാങ്കിൽ ചെറിയൊരു അബദ്ധം പറ്റി. അതുകൊണ്ടാണ് 3 പിടിച്ചെടുത്തത്. കാരണം ചെറുതായിട്ട് നമുക്ക് ഫീമെയിലിൽ നിന്ന് മാറിപ്പോയി. അപ്പോൾ അത് കുഴപ്പമില്ല കേട്ടോ, കാരണം പെയറായി നിൽക്കുന്നതിന്റെ അടുത്തേക്ക് മറ്റേ എക്സ്ട്രാ വരുന്ന ഫീമെയിലിനെ അവർ അടിപ്പിക്കൂല. അപ്പം തന്നെ നമുക്ക് ആ ഫീമെയിലിനെ പിടിച്ച് മാറ്റിയിടാം. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഏകദേശം പെയർ മനസ്സിലായി. പെയറിനെ മാത്രം നമ്മുടെ ഗ്ലാസ് ടാങ്കിലാക്കി. ഇവർ അത്യാവശ്യം സെറ്റ് ആയിട്ടോ, ഫീഡൊക്കെ എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു 3 ദിവസം കൂടുമ്പോഴേ നമുക്ക് അടിയത്തെ വേസ്റ്റ് വലിച്ചെടുക്കണം. ഒരു 1/3 വെള്ളം മാറ്റി കൊടുക്കും വേണം. ഈ ബ്രീഡിംഗ് ടാങ്ക് എപ്പോഴും ക്ലീൻ ആയി നിൽക്കുന്ന കേട്ടോ, പെയറിന്റെ ഹെൽത്തിനും ബാക്കി കാര്യത്തിനൊക്കെ നല്ലത്, ബ്രീഡിംഗ് പെട്ടെന്ന് നടക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിന്റെ ബാക്കി പാർട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും കേട്ടോ, ഫീഡ് എന്താന്ന് മെഗ് ചെയ്യുന്നതൊക്കെ ആയിട്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും കൂടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.